ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പവർ ലൈൻ ഇലക്ട്രിക്കൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് KSEB കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് EN ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഇവ സെയിം ആണോ എന്നതിനെ കുറിച്ചാണ്. പലർക്കും കൺഫ്യൂഷൻ ഉള്ളൊരു കാര്യമാണ് KSEBയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും ഒന്നാണോ എന്നുള്ളത്. എന്നാൽ ഇവ രണ്ടും തികച്ചും വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളാണ്. KSEB ഒരു സ്വതന്ത്ര സർക്കാർ സ്ഥാപനവും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഒരു സർക്കാർ സ്ഥാപനവുമാണ്. KSEBയുടെ കീഴിൽ ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഉൽപാദനം, പ്രസരണം, വിതരണം ഇവ ചെയ്യുന്നത് KSEBയുടെ കീഴിലാണ്. ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾ അനുസരിച്ചാണ്. ഇവയെല്ലാം ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾ അനുസരിച്ചാണോ എന്ന് പരിശോധിക്കുന്നത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ആണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, വീടുകളിലേക്കും ബിൽഡിങ്ങുകളിലേക്കും കണക്ഷൻ അനുവദിക്കുന്നതും മീറ്റർ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നതും ബിൽ ഇഷ്യൂ ചെയ്യുന്നതും ലൈൻ മെയിൻ്റനൻസ് ചെയ്യുന്നതുമെല്ലാം KSEBയുടെ കീഴിലാണ്. ഇവ പൂർണ്ണമായും ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂളിന് അനുസരിച്ചാണ് ചെയ്യേണ്ടത്. ഹൈറൈസ് ബിൽഡിങ്ങുകൾ, വലിയ കമ്പനികൾ മുതലായ സ്ഥലങ്ങളിലെ ഇലക്ട്രിക്കൽ വയറിംഗ് നിയമാനുസൃതമാണോ ചെയ്തിരിക്കുന്നത് എന്ന് പരിശോധിച്ച് സർട്ടിഫൈ ചെയ്താൽ മാത്രമേ ഇലക്ട്രിസിറ്റി ബോർഡ് ആ കെട്ടിടങ്ങളിലേക്ക് വൈദ്യുതി കൊടുക്കുകയുള്ളൂ. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ കീഴിൽ ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ, ഇൻസ്പെക്ഷൻ, സേഫ്റ്റി അപ്രൂവൽ, ലിഫ്റ്റ്, ജനറേറ്റർ, ട്രാൻസ്ഫോമർ ഇൻസ്പെക്ഷൻ, എർത്തിങ് സേഫ്റ്റി ചെക്കിംഗ്, ഹൈ ലോഡ് കണക്ഷൻ അപ്രൂവൽ ഇവയെല്ലാം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ കീഴിലാണ്. ചുരുക്കി പറഞ്ഞാൽ, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഒരു ബിൽഡിങ്ങിന്റെയോ വീടിലെയോ ഇലക്ട്രിക്കൽ കണക്ഷൻ, വയറിംഗ്, ഇലക്ട്രിക്കൽ വർക്ക് മുഴുവൻ കഴിഞ്ഞാൽ ഇൻസ്പെക്ടറേറ്റ് വന്ന് അപ്രൂവൽ ചെയ്താൽ മാത്രമേ KSEBക്ക് അവിടെ കണക്ഷൻ തരുവാനുള്ള അനുമതിയുള്ളൂ. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.